السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലെ സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെയും ചില ഭാഗങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഹിജ്റയും ഹിജ്റയുടെ സംഭവങ്ങളുമെല്ലാം അറിയുന്ന പല ഇടങ്ങളിൽ നിന്നായി കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഹിജ്റയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ പുതുക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ചില നിലപാടുകളെക്കുറിച്ചൊന്ന് അറിയുന്നതിനും വേണ്ടിയിട്ടാണ് അല്പസമയം നിങ്ങളുമായി സംസാരിക്കാമെന്ന് കരുതുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലുംറാനിലൂടെ പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഇൻ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങളെ അല്ലാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ ജയിക്കുന്ന ഒരാളുമില്ല. അള്ളാഹുവാണ് നിങ്ങളെ സഹായിക്കുമെന്ന് ഏറ്റിട്ടുള്ളതെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമെങ്കിൽ നിങ്ങളെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. വഇൻ യഖ്ദുൽകും, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈവടിയുകയാണെങ്കിൽ പിന്നെ അവനു പുറമെ നിങ്ങളെ സഹായിക്കുന്നതായ ഒരാൾ ആരാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞു, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഈ ഒരു സംസാരത്തെ നിങ്ങൾ ശ്രവിക്കണമെന്നാണ് എനിക്ക് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം അതിരില്ലാത്ത രൂപത്തിൽ
അള്ളാഹുവിൻ്റെ കാരുണ്യമിറങ്ങിയ ഏറ്റവും മനോഹരമായ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് ഹിജ്റയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹിജ്റ എന്ന ആ ഒരു വാചകത്തിൻ്റെ അർത്ഥം ഭാഷയിൽ അതിന് ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കുക അല്ലെങ്കിൽ യാത്രയാവുക എന്നതാണെങ്കിൽ, ദീനിൽ സാങ്കേതികമായി അതിനുള്ള അർത്ഥം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും ആരാധനാ കർമ്മങ്ങളുമൊക്കെ നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ള ഇടങ്ങളിൽ നിന്ന് അതിന് സ്വാതന്ത്ര്യമുള്ള, അതിന് സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ പ്രവാചകനാണ്. 13 വർഷമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുന്നത്. പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും എത്രയോ വലിയ ഉദാഹരണങ്ങൾ നമ്മളൊക്കെ പലവരും കേട്ടിട്ടുള്ളതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബ ചോദിക്കുന്നുണ്ടല്ലോ, മത്താ നസ്റുല്ലാഹി എന്ന്, അള്ളാഹുവിൻ്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുക എന്ന് ചോദിക്കുമാർ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്, പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പുതിയ കാലത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില പ്രതിസന്ധികളോ അല്ലെങ്കിൽ പരീക്ഷണങ്ങളോ കടന്നു വരുമ്പോഴേക്ക് ജീവിതം തന്നെ വിട്ടെറിഞ്ഞു പോകാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ദീനനുസരിച്ച് ജീവിച്ചിട്ടും, ഞാൻ ദീനിനകത്തു നിന്നിട്ടും എന്തേ എനിക്ക് ഇത്രമാത്രം പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പല ആളുകളും ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ പ്രവാചകന്മാർക്കാണ് എന്നാണ്, പിന്നെ അതിനെ തുടർന്നുള്ളവർക്കാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ പരീക്ഷണങ്ങളിലൂടെ, അതിൻ്റെ ഏറ്റവും പർവ്വത സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എന്നുള്ളതാണ്. അങ്ങനെ അവർ ബഹിഷ്കരിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ സ്വന്തം കുടുംബാംഗങ്ങൾക്കിടയിൽ നിന്ന്, സ്വന്തം പ്രിയപ്പെട്ടവർക്കിടയിൽ നിന്ന് അവർ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. സാമൂഹിക ബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളും കച്ചവട ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഒരു നേരത്ത് പോലും മാന്യമായൊന്ന് കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ, ആടുകളും ഒട്ടകങ്ങളും ഒക്കെ കഴിക്കുന്ന പോലെ ഞങ്ങൾ പച്ചിലകൾ കഴിച്ച് പച്ചവെള്ളവും കുടിച്ച് പശിയടക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ലോകത്തിന്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തുമാണ്. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കുകയാണ്. അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് മറ്റൊരു വലിയ പ്രതിസന്ധി അവിടെ രൂപം കൊള്ളുന്നുണ്ട്. ദാറുൻ നദുവയിൽ ശത്രുക്കള് യോഗം ചേരുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലണം, തീർത്തു കളയണമെന്നാണ്. മക്കയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. ഖുറൈശി കുടുംബത്തിന് അവർക്കിടയിലുള്ള സ്വാധീനത്തെക്കുറിച്ച് അവർക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദിനെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചാലും മറ്റൊരിടത്ത് മുഹമ്മദ് എന്ത് ചെയ്യും? പച്ച പിടിക്കും. ആളുകൾ അവിടേക്ക് വന്നു ചേരും. നമ്മുടെ നാട്ടിൽ നമ്മൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ പോലുമില്ലാത്ത ഇടങ്ങളിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ അതിന് വലിയ വളർച്ചയുണ്ടാകും. അവസാനം അതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് നമ്മളെ കീഴ്പ്പെടുത്തും. ഇതാണ് അവരുടെ ചർച്ച. അതിന് പരിഹാരം എന്നോണം അവർ തീരുമാനിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തണം എന്നാണ്, തീർത്തു കളയണമെന്നാണ്. അതിനുവേണ്ടി അവർ സ്വീകരിച്ച ബുദ്ധി എന്തായിരുന്നു എന്ന് അന്വേഷിച്ചാൽ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും പ്രതിനിധികളെ തെരഞ്ഞെടുത്തു എന്നാണ്. ഏതെങ്കിലും ഒരു ഗോത്രക്കാരൻ മാത്രം എന്ത് ചെയ്യുന്നില്ല? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. മറിച്ച് അവിടെയുള്ള എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഓരോ ആളുകളെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത് അവരെല്ലാവരും ഒരുമിച്ചു ചേർന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയണമെന്നാണ് അവർ ആലോചിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു കൊല അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപായപ്പെടുത്തുക എന്നതിലേക്ക് അവർ എത്തിച്ചേർന്ന ഒരു ഘട്ടം കൂടെയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു ഒരാളെ സഹായിക്കാൻ വിചാരിച്ചാൽ പിന്നെ ആർക്കാണ് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ സഹായമല്ലാത്ത ഒന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ
ആരു നിങ്ങൾ റബ്ബിനു പകരം സഹായിയായി കണ്ടെത്തുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്തു വെക്കുക. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ഉണ്ടാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹിജ്റ പുറപ്പെടുന്നതിന് മുമ്പ് കൃത്യമായ ആസൂത്രണങ്ങൾ നിർവഹിച്ചിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് തന്റെ കൂടെ ഈ യാത്രയിൽ ഉണ്ടാകേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ ആളോട് സംസാരിക്കുന്നുണ്ട്. യാത്രക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. പോകുന്ന യാത്രയിലെ ഭക്ഷണം എങ്ങനെയായിരിക്കണം കൃത്യമായ ധാരണയുണ്ടാക്കുന്നുണ്ട്. എവിടെ വിശ്രമിക്കണമെന്ന് കൃത്യമായ ധാരണയുണ്ടാക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിക്കാൻ കൃത്യമായി യാത്രാ പരിചയമുള്ള, വഴികളെക്കുറിച്ച് ധാരണയുള്ള ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കാനും ആ ദൗത്യമേൽപ്പിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിട്ടുണ്ട്. അതിനാളെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ കൃത്യമായ ആസൂത്രണം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇവിടെ നമുക്ക് ചിലത് അറിയാനുണ്ട്. എന്താണത്? ഒരാസൂത്രണം എന്നുള്ളത്, പ്ലാനിങ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിലും നമ്മൾ നിർവഹിക്കുന്ന ഏതു പ്രവർത്തനങ്ങളിലും പ്ലാനിങ്ങുകളുടെ അഭാവത്താൽ പലതും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. സമയനഷ്ടമുണ്ടാകും, സാമ്പത്തിക നഷ്ടമുണ്ടാകും, പല നഷ്ടങ്ങളും സംഭവിക്കും. എന്നിട്ട് നമ്മൾ പറയും അതൊന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ, ഒന്നുകൂടെ ആലോചിച്ച് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഈ ആസൂത്രണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹിജ്റയുടെ വേളയിൽ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ചെയ്തു കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ടാകണം. ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും തോന്നുന്ന എന്തെങ്കിലും നിർവഹിക്കുന്നതിനപ്പുറത്ത് കൃത്യമായ പ്ലാനിങ്ങുകളോട് കൂടെയാണ് അത് നടത്തപ്പെടാറുള്ളത് എന്നുള്ളതിന് നമുക്കെല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് നാം ഇടപെടുന്ന മേഖലകളിലെല്ലാം ഒരു പ്ലാനിങ്, അത് കൃത്യമായി നിർവഹിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ഏതൊരു കാര്യം നിർവഹിക്കുമ്പോഴും ഏറ്റവും പ്രധാനം അത് ലക്ഷ്യമെന്താണ്, നിങ്ങളുടെ മനസ്സിൽ ആ സമയത്തുള്ള ഒരു ചിന്ത എന്താണ്, നിങ്ങളുടെ നീയത്ത് എന്താണ്, അതിനനുസരിച്ചായിരിക്കുമെന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, വരണം, ഇവിടെ വന്നിരുന്ന് കുറച്ചെന്തെങ്കിലുമൊക്കെ കേൾക്കണം. ആ വരവിനും കേൾവിക്കുമൊക്കെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദീനിന്റെ സദസ്സായി അതിൽ നിന്ന് എനിക്ക് ലഭ്യമാകുമെന്നുള്ളൊരു തിരിച്ചറിവാണ്. നാളെ പരലോകത്ത് എനിക്ക് ഇത് ഉപകാരപ്പെടുന്നുള്ളൊരു തിരിച്ചറിവാണ്. അല്ലാത്ത വേറെ എന്തെങ്കിലും ഭൗതികമായ ലാഭങ്ങൾ ആഗ്രഹിച്ചു വന്നാൽ നമ്മുടെ വരവെന്തായി? വെറുതായി എന്നുള്ളതാണ്. നിയ്യത്ത് വളരെ പ്രധാനമാണ്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒന്നാമതായി ചേർക്കപ്പെട്ട ഹദീസുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, സ്വഹീഹുൽ ബുഖാരിയിൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, എല്ലാ അമലുകളും നിയ്യത്തനുസരിച്ചാണ് അവകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോ വ്യക്തിക്കും അവനവന്റെ നിയ്യത്തനുസരിച്ച് മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? മദീനയിലേക്ക് യാത്രയാകുന്നവർ അവിടെ ചെന്ന് കച്ചവടം ചെയ്ത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്കതാണ് ലഭിക്കുക എന്നാണ്. മദീനയിലേക്ക് കയറി ചെന്ന് സൗന്ദര്യമുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ച് അവിടെ സ്വസ്ഥമായ ഒരു കുടുംബ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് അതുണ്ട് എന്നാണ്. അതല്ല, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ് നിങ്ങൾ മദീനയിലേക്ക് യാത്രയാകുന്നതെങ്കിൽ നിങ്ങൾക്കതുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് സ്വന്തം പിറന്നു വീണ, കളിച്ചു വളർന്ന, സുഹൃത്ത് ബന്ധങ്ങളുള്ള, കുടുംബ ബന്ധങ്ങളുള്ള, സ്നേഹബന്ധങ്ങളുള്ള, പിച്ചവെച്ച മണ്ണിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചു പോവാണ്. എന്താ തീരുമാനം? മക്കയിലേക്ക് ഇനി തിരിച്ചുവരവ് സ്ഥിരതാമസത്തിന് ഇല്ല എന്നാണ്. ആ ഉപാധി വെച്ചിട്ടാണ് പോണത്. ഇനി ഈ നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് ഒരു വരവില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ആ മനസ്സൊന്നു മാറിയാൽ നഷ്ടപ്പെടുന്നത് അള്ളാഹുവും അവന്റെ റസൂലും നാളെ പരലോകവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിയ്യത്തനുസരിച്ചാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്യുന്ന കാര്യങ്ങൾ അത് ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുക. ജീവിതത്തിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ നൽകുന്ന പുഞ്ചിരിയില്ലേ,
സ്വതക്കയുടെ പുണ്യമുണ്ട് എന്നാണ്. ആത്മാർത്ഥതല്ലാത്ത പുഞ്ചിരിയാണെങ്കിൽ ആളുകളെ കാണിക്കാൻ, ഇനിയിപ്പോ പുഞ്ചിരിച്ചിട്ടില്ലെങ്കിൽ എന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള പുഞ്ചിരിയാണെങ്കിലോ ഒക്കെ വെറുതെയാണ്. അതിനൊന്നും പുണ്യങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞല്ലോ, ഒരു വിചാരണയുടെ ചിത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഒരു ആലിമിനെ വിചാരണ ചെയ്യുന്നു. ആലിമിനോട് ചോദിക്കണം, എന്താണ്? കുറെ ഇൽമു തന്നില്ലേ, കുറെ അറിവ് തന്നില്ലേ, എന്താണ് എനിക്ക് വേണ്ടി നീ ചെയ്തത്? അയാൾ വാചാലമാകുമത്രേ, എനിക്കെത്ര ശിഷ്യഗണങ്ങളുണ്ട്, ഞാൻ എത്ര പേർക്കാണ് ഈ ദീൻ പഠിപ്പിച്ചു കൊടുത്തത്, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത എത്രയോ മനുഷ്യരില്ലേ. ആ സമയത്ത് അദ്ദേഹത്തോട് പറയുന്നത് കദബ്താന്നാണ്, നിങ്ങൾ പറഞ്ഞത് കളവാണ്. അതെന്തേ? നീ ഈ അറിവ് പഠിപ്പിച്ചു കൊടുത്ത സമയത്തൊക്കെ നീ ആഗ്രഹിച്ചത് എന്താണ്? ഞാൻ വലിയൊരു ആലിമാണെന്ന് അറിയപ്പെടണമെന്നാണ്. അത് നിനക്ക് ദുനിയാവിന്ന് കിട്ടി, ഇവിടെ നിനക്കൊന്നുമില്ല, നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു ധർമ്മിഷ്ഠനെ, ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹു കുറെ അനുഗ്രഹിച്ചില്ലേ, ആ അനുഗ്രഹങ്ങൾ സമ്പത്ത് മുഴുവൻ നിനക്ക് കിട്ടിയിട്ട് എന്താ ചെയ്തത്? അള്ളാഹുവെ, നിന്റെ മാർഗത്തിൽ ഞാൻ എത്രയേ കൊടുത്തത് എന്നാണ്. കെതപ്ത, ഈ പറഞ്ഞോ നോണയാണ്. പിന്നെ എന്താണ്? നീ കൊടുത്തു. ഈ ദുനിയാവിലെ ആളുകൾ നിന്നെ പറ്റി, അയാൾ നന്നായി സ്വതക്ക ചെയ്യുന്ന ആളാണ് കേട്ടോ എന്ന് പറയാൻ, അതെനിക്ക് ദുനിയാവ് കിട്ടി, പരലോകത്തൊന്നും ബാക്കിയില്ല എന്നാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മനുഷ്യനോടും ഈ കാര്യം പറയുന്നുണ്ട്. ആരോഗ്യം തന്നില്ലേ, ധൈര്യം തന്നില്ലേ, അതുകൊണ്ട് ഈ ദീനിനു വേണ്ടി എന്തു ചെയ്തു എന്നാണ്. ഞാൻ അടരാടി എന്നാണ്, പടർക്കളത്തിൽ അടരാടി, അത്രമേൽ ത്യാഗങ്ങൾ ചെയ്തു. അദ്ദേഹത്തോടും പറയുന്നത് കദബ്ത എന്നാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ കളവാണ്. പിന്നെ എന്തേ? ചെയ്ത കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നീയത്ത് മാറിപ്പോയി. ആൾക്കാരിങ്ങനെ അയാൾ എന്താണ്, യുദ്ധത്തിന് അങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരാണ്. ആ അഭിപ്രായം കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്, അത് കിട്ടി, പരലോകത്തേക്കൊന്നും ബാക്കിയില്ല എന്നാണ്. സഹോദരങ്ങൾ, ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടല്ലെങ്കിൽ ഇത് എവിടെ ഉപകാരപ്പെടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പേരുടെ യാത്ര നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യാത്ര വൈകുന്നേരമായി, രാത്രിയാവുമ്പോൾ അവർ ഗുഹയിൽ കയറുന്നതും, ആ ഗുഹാമുഖം ഒരു പാറക്കല്ല് വന്ന് അടയുന്നതും, അവര് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി അവസാനം പ്രാർത്ഥിക്കുന്നതും, എന്നിട്ട് അവരെടുത്തു പ്രാർത്ഥിക്കുന്നത് എന്താണ്? 100% അവർക്ക് ഉറപ്പുള്ള ഇഖ്ലാസുള്ള പ്രവർത്തനമാണ്. അതായത് മറ്റൊന്നും ആഗ്രഹിക്കാതെ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ച് നിർവഹിച്ച പ്രവർത്തനങ്ങളാണ്. അല്ലെ? ഒരു മനുഷ്യൻ ബാപ്പാക്കും ഉമ്മാക്കും പാലുണ്ടെന്നിട്ട് അവർ ഉറങ്ങിപ്പോയതിന്റെ പേരിൽ മക്കൾ കരഞ്ഞിട്ടും കൊടുക്കാതെ കാത്തിരുന്നു എന്നാണ്. അവരുണർന്ന് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളവർക്ക് ഞാൻ കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. റബ്ബേ, ഇത് ഇഖ്ലാസോട് കൂടിയാണ് ചെയ്തത്. എനിക്കും അറിയാം റബ്ബെ, നിനക്കും അറിയാം എന്നുള്ളതാണ്, നിനക്കും അറിയാം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു അമലാണ് അദ്ദേഹം എടുത്ത് പ്രാർത്ഥിച്ചത്. ഒരാൾക്ക് കൂലി കൊടുക്കാണ്ടായിരുന്നു, അയാളത് വാങ്ങാതെ പോയി. അദ്ദേഹത്തിന്റെ പണത്തിന് വാങ്ങിയിട്ട് ആടുകൾ പെറ്റുപെരുകി. അദ്ദേഹം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴാ ഈ താഴ്വരയിലുള്ള ഒക്കെ നിങ്ങളതാണ്, കൊണ്ടേക്കോളി എന്ന് പറയുന്നുണ്ട്. പല ന്യായങ്ങളും പറയാമായിരുന്നിട്ടൊന്നും പറയാതെ മനുഷ്യൻ പറഞ്ഞത്, അള്ളാഹുവേ, നിന്നെ ആലോചിച്ചിട്ടാണ്. ആ പ്രയാസത്തിൽ നിന്ന് കുറച്ചും കൂടി രക്ഷപ്പെട്ടു. 3-മത്തെ മനുഷ്യൻ ഒരു തിന്മ ചെയ്യാൻ, വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം ആഗ്രഹിച്ചിട്ട് കിട്ടാതെ അവസാനം ആ പെൺകുട്ടി തന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കേണ്ട ഒരു ഘട്ടം വരെയാണ്. അല്പം ധാന്യത്തിനു വേണ്ടി പട്ടിണി കിടക്കാതിരിക്കാൻ വന്ന് കൈ നീട്ടുമ്പോൾ തന്റെ കൂടെ കിടക്കണം എന്നുള്ള നിബന്ധന വെച്ച് ആ തിന്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് നീ റബ്ബിനെ സൂക്ഷിച്ചു കേട്ടോ എന്ന ഒരൊറ്റ വാക്ക് കേട്ടപ്പോ ഞാൻ തിരികെ നടന്നിട്ടുണ്ട്, അല്ലാഹുവേ നിന്നെ ആലോചിച്ചിട്ട് എന്നാണ്, പരലോകം ആഗ്രഹിച്ചിട്ട് എന്നാണ്. സഹോദരങ്ങളെ, അവരാ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. നിയ്യത്ത് നന്നായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളും ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി. വരൂല എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ആശുപത്രി വരാന്തകളിൽ ICUവിന് പുറത്തൊക്കെ അങ്ങനെ കയ്യും കെട്ടി നിൽക്കേണ്ട ചില ഘട്ടങ്ങൾ ഉണ്ടാവാറില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അതിനകത്ത് വേദന തിന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഉലാത്തുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ നമ്മൾ? അങ്ങനെയൊക്കെ വല്ലാത്ത ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് എടുത്തു പറയാൻ പറ്റുന്ന ആത്മാർത്ഥത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഏത് അമലാണ് നമുക്കുള്ളത് എന്ന് ഞാൻ എന്നോട് ചോദിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. അങ്ങനെ എന്താണ് നമുക്ക് ബാക്കിയുള്ളത്? ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ബാക്കിയാക്കാൻ കഴിയണം. എന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ നമുക്കത് ഉപകരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ 1-മത്തെ കാര്യമാണ്, ഏത് കാര്യം ചെയ്യുമ്പോഴും നിയ്യത്ത് അത് ശരിയാക്കുക. നിയ്യത്ത് ശരിയായിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിജ്റ അതൊരു വെറും യാത്ര അല്ല, പടച്ചോന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു മഹാദൗത്യമായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും തൻ്റെ സ്വഭാവശുദ്ധി അതെത്രമേൽ കൃത്യമായി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടി തീരുമാനിക്കണ ഖുറൈശി, അവിടുത്തെ കാര്യപ്പെട്ട നേതാക്കന്മാരും ആൾക്കാരൊക്കെയാണ്. പക്ഷേ അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തുമ്പോഴും അവരുടെ വിലപിടിപ്പുള്ള സമ്പത്ത്, അവരുടെ വിലപിടിപ്പുള്ള സ്വത്തുക്കൾ അത് സൂക്ഷിക്കാൻ അവർ വിശ്വസിച്ചേൽപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു വിരോധാഭാസം അവിടെയുണ്ട്. അദ്ദേഹത്തെ നമ്മൾ കൊല്ലാൻ പോവുകയാണ്, പക്ഷെ ഞങ്ങളെ വിലപ്പെട്ട സംഗതിയൊക്കെ ഞങ്ങൾ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാരണം അത്ര വിശ്വസ്തയോട് കൂടെ ഏൽപ്പിക്കാൻ പറ്റിയത് വേറെ അല്ല എന്നുള്ളതാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുന്നതിന് മുമ്പ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയേണ്ട, അലി, ഇന്ന സംഗതികളൊക്കെ ഇന്ന ആളുകൾ എന്നെ ഏൽപ്പിച്ചതാണ്, നീ അതെല്ലാം കൊടുത്തു വീട്ടണമെന്നാണ്, അതെല്ലാം തിരികെ നൽകണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളങ്ങനെ കൊല്ലാൻ നടക്കുന്ന ഒരാള്, അയാൾ എന്തെങ്കിലുമൊക്കെ സംഗതി മനുഷ്യന്മാരെ കയ്യിലുണ്ടെങ്കിൽ എന്തായിരിക്കും ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ, എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ വരിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടത്, ഉത്തരവാദിത്തമായി ഏൽപ്പിക്കപ്പെട്ടത്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യമായിട്ട് തിരികെ ഏൽപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. എല്ലാവരോടും ഏറ്റവും മാന്യമായി പെരുമാറിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മളൊക്കെ ജീവിതത്തിൽ ആ ഒരു കാര്യം അറിഞ്ഞു ചെയ്യേണ്ട ആൾക്കാരാണ്. ഏത് രംഗത്തും നീതിബോധം എന്നത് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, അതിലൊരു സംശയവും പാടില്ല. നിങ്ങൾക്കൊരാളോട് ദേഷ്യമുണ്ട് എന്നുള്ളത് അവനോട് അനീതി ചെയ്യാനുള്ള ഒരവസ്ഥയായി നിങ്ങൾ സൂക്ഷിക്കരുത്, ചെയ്യരുത് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീതിപൂർവമാകണം, അതാരും ആകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ആൾക്കാർ പരാതി പറഞ്ഞിട്ടില്ല. എന്തിനാ പരാതി പറഞ്ഞത്? അയൽപ്പക്കത്തുള്ള തൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രശ്നമാണ്, ദാരിദ്ര്യമാണെന്നുള്ളതാണ് തർക്കം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ? നിങ്ങളുടെ സംസാരം കേട്ടിട്ടാണ് ഞാൻ വിധി പറയാൻ പോകുന്നത്. നിങ്ങളിൽ ആരാണോ നന്നായി വാക്ചാതുരിയോടുകൂടെ സംസാരിക്കണത് അത് ശരിയെന്നുള്ളതിലേക്ക് ഞാൻ അതിനാണ് എന്ത് ചെയ്യുക, വിധിക്കാൻ എനിക്ക് കഴിയുള്ളൂ. ഇങ്ങോട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളി, അർഹതപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കൈവശപ്പെടുത്തുന്നുവെങ്കിൽ അറിയുക, നാളെ അതെല്ലാം തീക്കനലുകളായി നിങ്ങൾ വഹിക്കുന്ന അങ്ങേയറ്റം ഗതികെട്ട ഒരിടം നിങ്ങൾക്ക് വരാനുണ്ടാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിയാണ്. ഒരു ഉന്നത ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ചപ്പോൾ അതിന് വക്കാലത്ത് പറയാൻ ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ശിഷ്യനെ ഏർപ്പാട് ചെയ്യാണ്. എന്താ? അതായത് കട്ടവന്റെ കൈ മുറിക്കണം, അപ്പൊ മോഷ്ടിച്ച ആ സ്ത്രീയുടെ കൈ മുറിക്കണം, അതാണ് ഇസ്ലാമിക വിധി. അത് നടപ്പിലാക്കിയാൽ ആ ഗോത്രത്തിന് ഭയങ്കര മാനക്കേടായിരിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്നും ചെയ്യാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്. കട്ടതന്റെ മകൾ ഫാത്തിമയാണെങ്കിലും ആ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുന്ന. നീതിബോധത്തിന്റെ ഏറ്റവും ഉന്നതമായ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിച്ച, അനുഭവങ്ങൾ പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ ആ നീതി നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അതിന് വലിയ വലിയ ഭരണാധികാരികളായിരിക്കൊന്നും വേണ്ട. നമ്മുടെ വീടുകളിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ? പ്രിയപ്പെട്ട തന്റെ ഇണയോട് നീതിപൂർവമാണോ ഇടപെടുന്നത് എന്ന്, ജ്യേഷ്ഠാനിയന്മാരോട് നീതിപൂർവമാണോ ഇടപെടുന്നത് എന്ന്, മക്കളോട് നീതിപൂർവമാണോ ഇടപെടുന്നത് എന്ന് സ്വന്തത്തിലേക്ക് ചൂണ്ടി ചോദിക്കാനും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ തിരുത്തലുകൾ നിർബന്ധമായും വരുത്തുകയും ചെയ്യേണ്ടവരാണ് ഓരോ മുഅ്മിനും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ പ്രവാചകൻ, എന്റെ പ്രവാചകൻ, എന്റെ മാതൃക എന്ന് അഭിമാനത്തോടുകൂടെ പറയുമ്പോൾ ആ പ്രവാചക ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടോ ഇത്തരം നിലപാടുകളുടെ രംഗങ്ങൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നീതിബോധം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കണം. മൂന്നാമതായി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച ആ സ്നേഹബന്ധമില്ലേ, ആ ഏറ്റവും ഉത്തമമായ ഒരു കൂട്ടുകെട്ടില്ലേ, അതിനെക്കുറിച്ച് വലിയ പാഠങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ, സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകണം, ഈമാനികമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമുക്ക് ആരെ കൂടെ കൂടിയാലാണ് ദീനിനൊരു വളർച്ച കിട്ടുന്നത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില തിന്മകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും കാണുമ്പോൾ നമ്മുടെ ചുമലിങ്ങനെ കൈവച്ചിട്ട് പിന്നെ അതങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയാൻ, അതങ്ങനെ അല്ലട്ടോ എന്ന് പറയാൻ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ ഒരാത്മാർത്ഥതയുള്ള ഒരു കൂട്ടുകാരനെ നമുക്ക് നേടാൻ ഈ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ആത്മാർത്ഥമായി പരലോകത്തേക്ക് ഉപകാരങ്ങൾ ലഭ്യമാകുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഏതാണ്, നമുക്ക് എത്ര പേർക്ക് അതുണ്ട് എന്നത് നമ്മൾ അതീവ ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞൊരു നിമിഷമുണ്ട്. അതെപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട്, നിങ്ങളാണ് എൻ്റെ കൂടെ ഹിജ്റയിൽ സുഹൃത്തായി വരുന്നത്, അതിനുവേണ്ടി ഒരുങ്ങിക്കോളി എന്നിട്ട് പറയുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉപ്പ കരഞ്ഞു എന്നാണ്. അത് കേട്ടപ്പോൾ കരഞ്ഞു എന്നാണ്, സന്തോഷത്തിൻ്റെ കരച്ചിലായിരുന്നു അത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ നമുക്ക് ദീനീ രംഗത്ത് ഉപകരിക്കുന്ന ഒരു സുഹൃത്ത് ബന്ധം. ഇസ്ലാമിൽ സുഹൃത്ത് ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമുണ്ടാവും, ചിലത് നമ്മ നരകത്തിലേക്ക് എത്തിക്കണമുണ്ടാവും. അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സുഹൃത്ത് ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പരസ്പരം വർത്തമാനങ്ങൾ പറയാൻ, തൻ്റെ പ്രയാസങ്ങൾ, തൻ്റെ പ്രതിസന്ധികൾ പറയാൻ, ആ സമയത്ത് ഒരു പരിഹാരം കിട്ടുമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ അത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എത്ര പേർക്ക് ഉണ്ട് എന്ന് ആലോചിക്കണം. ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മക്കളുടെയും ഇന്നത്തെ യുവാക്കളുടെയും ഒക്കെ ഒരു ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ഈ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്താതെ പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേൾഡ് കപ്പിൻ്റെ തിരക്കിലാണ്, പാതിരാവിലും പാതിരാത്രിയിലും ചെറിയ കുട്ടികളെ വരെ കൊണ്ട് രക്ഷിതാക്കൾ ഈ പുറത്ത് വലിയ സ്ക്രീനിൽ കളിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ചിലർ രക്ഷിതാക്കളുടെ കൂടെയാണ്, ചിലർ രക്ഷിതാക്കളുടെ കൂടെയല്ല, സ്വതന്ത്രരാണ്. ഒരു UP ക്ലാസ് പ്രായത്തിലും സ്കൂളിൽ നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കളിയാണല്ലോ എന്ന് ചോദിച്ചാൽ, ഞങ്ങളെ നാട്ടിൽ ക്ലബിൻ്റെ വലിയ സ്ക്രീനുണ്ട്, ഞങ്ങളെല്ലാവരും അവിടെ പോകലാണ്. ശരി, ആരാണിവരെ നിയന്ത്രിക്കുന്നത്? ആരാണിവരെ നിയന്ത്രിക്കുന്നത്? പാതിരാവിൽ ലൈസൻസും ഇല്ലാതെ ഹെൽമറ്റും ഇല്ലാതെ ബൈക്കിൽ ചീറിപ്പായുന്നവരെ നമ്മളിപ്പോൾ കാണുന്നില്ലേ? പരിധി വിട്ട ചില സൗഹൃദങ്ങൾ തിന്മകളിലേക്കുള്ള ചില അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ? ഇവിടേക്ക് ഒരു ജാഗ്രതയും മറ്റൊക്കെ നമ്മളടുത്ത് ഉണ്ടോ എന്നുള്ളത് ആലോചിക്കണം. ഇപ്രാവശ്യത്തെ ഫുട്ബോൾ മാമാങ്കത്തെ സ്കൂളുകളൊക്കെ വരവേറ്റത് അതെങ്ങനെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അറിയാം, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ജെയ്സി കെട്ട് വന്ന് അവർക്ക് പാട്ട് ഇട്ടുകൊടുത്ത് അവരങ്ങനെ താളത്തിൽ തുള്ളുകയായിരുന്നു എല്ലായിടത്തും, എല്ലാ സ്കൂളിലും. അപ്പം അത്തരമൊക്കെ ഒരു സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഇതിങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, അവരുടെ ഒരു ഗ്യാങ് ഉണ്ടാവും, അവരുടെ ഒരു കൂട്ടുണ്ട്, അവരുടെ ഒരു സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അവർ തീരുമാനമെടുക്കണം, നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടതെന്ന്, നമ്മൾ ഇങ്ങനെയാണ് പോവേണ്ടതെന്നാണ്. അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ വന്ന് ചെയ്യാണ്. ഇത് ഒരു സ്കൂളിൽ ഇത് നടക്കുമ്പോൾ എത്ര കണ്ട് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് മാറി നിൽക്കാൻ കഴിയും? ആ കുട്ടി എങ്ങനെയാണ് മാറി നിൽക്കുക? ആ കുട്ടിയുടെ ഉള്ളിൽ എത്രമേൽ ആഴത്തിൽ ഈ ബോധങ്ങൾ ഇറങ്ങിച്ചെന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെയാണ് ഒന്ന് ഇതിങ്ങനെ കണ്ടു മാറിക്കാൻ കഴിയും? കുട്ടികൾ ദീൻ പഠിക്കുന്നതിൻ്റെ നേരെ വിപരീതം നടക്കുന്നിടത്ത് കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികൾ ഭയങ്കര പ്രതിസന്ധിയാണ്. ആ കുട്ടികൾക്ക് കരുത്തു പകരേണ്ടുന്ന രക്ഷിതാക്കൾ എത്രമാത്രം അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കണം. അവൻ്റെ മക്കളെ ഫ്രണ്ട്സ് ആരാന്നുള്ളത് അന്വേഷിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യേണ്ട മഹാനായ PK മൂസ മൗലവി, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ കൂടെ പഠിക്കണ കുട്ടികളെ കൂടി വീട്ടിലേക്ക് വന്നൊരു സന്ദർഭം എവിടെ വായിച്ചതിൻ്റെ ഓർമ്മയിലുണ്ട്. PK മൂസ മൗലവി വന്ന് പ്രായാധിക്യമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ മറ്റേ ഇവരെ കൂടെ പഠിക്കുന്നവരാണ് പറഞ്ഞപ്പോൾ അവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടെ വിളിച്ചിരുത്തി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്
അവരോട് സംസാരിച്ചു അത്ര അദ്ദേഹം. എങ്ങനെയായിരിക്കണം ഒരു സൗഹൃദം, എങ്ങനെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത്, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്നാണ്. അത് തൻ്റെ മക്കളെക്കുറിച്ചുള്ള ഒരു ചിന്തയും കാഴ്ചപ്പാടുമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് ആലോചിക്കണം. അവർക്കൊക്കെ നല്ല ചില സൗഹൃദങ്ങൾ, നല്ല സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ദീനീ സൗഹൃദം എന്ന് പറഞ്ഞാൽ അതൊരു വരണ്ട സൗഹൃദമാണ് എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലമുണ്ട്. അതിൽ തീരെ വൈബില്ല എന്നാണ്. ഈ വർഷം സ്കൂൾ തുടങ്ങി ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചത്, നമ്മുടെ ഈ വർഷത്തെ ക്ലാസ് എങ്ങനെ ആവണം എന്ന് ചോദിച്ചു. അല്ല, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, പക്ഷെ പെൺകുട്ടികളോട് പറഞ്ഞു സാർ വൈബാക്കണം എന്നാണ്. എന്താണ് നിങ്ങൾ ഈ വൈബ് എന്ന് ചോദിച്ചു. വൈബ് എന്ന് പറഞ്ഞാൽ വൈബാക്കണം സാർ, ഫുള്ള് കളർഫുൾ ആക്കണം എന്നാണ്. ഞാൻ ചോദിച്ചു അതിനെന്താണ് വേണ്ടത് ചോദിച്ചു. അതിനെന്താ വേണ്ട, അങ്ങനൊന്നുമില്ല, വൈബാക്കണം, അത്രേ ഉള്ളൂ, ഇത് ഇന്നതിനൊന്നുമില്ല, സംഗതി വൈബാക്കണം. ഒന്നും കൂടി വിശദീകരിച്ച് പറയാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു അടി പാടില്ല, കഷ്ടപ്പെട്ട് ഞങ്ങൾ പഠിക്കണം നിങ്ങൾ പറയാൻ പാടില്ല, അങ്ങനത്തെ ഇടങ്ങേറൊന്നും ഉണ്ടാകരുത്, എന്നാൽ നമുക്ക് ആഘോഷിക്കാനുള്ളതൊക്കെ ആഘോഷിക്കണം എന്നുള്ളതാണ്. ഈ ആഘോഷത്വരയുടെ പിന്നിൽ പുതിയ തലമുറ എവിടേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളും കുട്ടികളും അതിൻ്റെ വലയിൽ അകപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ. ഇതിപ്പോൾ പിടിക്കേണ്ടമായിരുന്നു, പിടിക്കാൻ ഓടിച്ചെന്ന് നോക്കിയപ്പം കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് സാധനങ്ങളാണ് നമ്മൾ ഈ കൊച്ചു കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് മാത്രം പിടിച്ചത്. ഇത് മൊത്തമായിട്ട് അരിച്ചു കുറയ്ക്കിയാൽ ഇത് അവിടെ ഒന്നും നിൽക്കൂല എന്ന് നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് മക്കളുടെയും നമ്മളുടെയും ഒക്കെ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയാണ് എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുകയും അവിടങ്ങളിൽ ഒരു ദീൻ നമ്മിലേക്ക് ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റണേ അല്ലേ. വിശ്വാസം പറഞ്ഞല്ലേ, ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് ദീൻ ഓർമ്മ വരുന്ന, ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് ദീൻ ഓർമ്മ വരുന്ന, നമുക്ക് നമ്മളെ ദീനിനെ പറ്റി എന്തൊക്കെ ചില കുറവുകൾ ഒന്ന് ശരിയാക്കാണ്ടില്ലേ എന്ന് തോന്നുന്നതാണ്. പരലോക രക്ഷയ്ക്ക് ഉപകരിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളും കൂട്ടായ്മകളും ഉണ്ടാകണമെന്നും അത് നാളെ പരലോകത്തേക്ക് ഉപകരിക്കുന്നതാക്കി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. പരലോകത്ത് കൂട്ടുകാർ പരസ്പരം ശത്രുക്കളാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നീ കാരണമാണ് ഞാൻ നരകത്തിലെത്തുന്നത് എന്നവൻ പറയും, അല്ല നീ കാരണം ഞാനാണ് നരകത്തിൽ പോകുന്നത് എന്ന് പറയും എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാളെ സ്വർഗലോകത്തും ഒരുമിച്ചിരിക്കുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ് നമ്മുടെ ബന്ധങ്ങളെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സന്ദർഭമാണ്. അത്തരം പാഠങ്ങളും ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏതൊരു കാര്യത്തിനും നമ്മൾ മുൻകരുതലുകൾ എടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുക എന്നുള്ളത്. നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന കാര്യം. യാത്രയുമായി ബന്ധപ്പെട്ട്, ഹിജ്റയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രംഗത്ത് നടത്തിയ മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഒരു മുൻകരുതൽ നമുക്ക് പല പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായി മദീനയിലേക്ക് പോകുന്ന വഴിയിലൂടെയല്ല യാത്ര നടത്തിയത് എന്നുള്ളതാണ്. മറിച്ച് തീരദേശത്തെ അല്പം ദുർഘടമായ, പ്രയാസങ്ങളുള്ള, ആളുകൾ പൊതുവെ ഉപയോഗിക്കാത്ത ഒരു വഴിയാണ് സുരക്ഷയ്ക്കു വേണ്ടിയും അതുപോലെ തന്നെ ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തത് എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകതയാണ്, യാത്രക്ക് വഴി കാണിക്കാൻ ആ രംഗത്ത് വിദഗ്ധനായ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തിനെ കൂലിക്ക് നിശ്ചയിച്ചിട്ടാണ് ഏൽപ്പിക്കുന്നത്. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല, മുസ്ലിം ആയിരുന്നില്ല. ഒരു മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യന് അത്രമേൽ പ്രധാനപ്പെട്ട ജാഗ്രത ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾ നമ്മുടെ മുമ്പിൽ ചോദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപഴകാൻ പറ്റുമോ, അവരോട് ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ചേർന്ന് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ സമയത്ത് വഴി കാണിക്കാൻ ആ രംഗത്ത് വിദഗ്ധനായ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തിനെ ഉപയോഗപ്പെടുത്തിയെന്ന് ചരിത്രം നമ്മോട് പറയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ
നമുക്കുപയോഗപ്പെടുത്താൻ കഴിയുന്ന മേഖലകളിൽ അവരെ ഉപയോഗപ്പെടുത്താനും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനൊക്കെ കഴിയണം. അത് ദീനിന്റെ പേരിലുള്ള ഒരു സംഗതി എന്നുള്ള നിലക്കല്ല, അത് ദീനിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം എന്നുള്ള നിലക്കല്ല. നാം ജീവിക്കുന്ന ഒരു സാഹചര്യം ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ഇവിടെ എല്ലാ മതക്കാരും ഉണ്ടായിരിക്കും. പരസ്പരം കൊണ്ടും കൊടുത്തും ചേർന്നു നിന്നും ഒക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് ശരിയല്ല എന്നിത്യാദിയുള്ള സമീപനങ്ങളും സംസാരങ്ങളുമൊക്കെ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇവിടെ എല്ലാ മനുഷ്യന്മാരും ഉണ്ടാകും, നമ്മുടെ അയൽപ്പക്കങ്ങൾ, അതിലെല്ലാ ജാതിക്കാരും ഉണ്ടാകും. ആരുമാകട്ടെ, അവരോട് മനുഷ്യത്വപരമായ നിലപാടുകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. ഒരു മനുഷ്യനോട് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ പുണ്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വഴി കാണിക്കാൻ അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തിനെ കൂലിക്ക് വിളിച്ച് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്ന വഴികളിലെ കാൽപ്പാടുകൾ മായ്ക്കാൻ ആമിർ ബിൻ ഫുഹൈറയെ ചുമതലപ്പെടുത്തിയതും നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളെയാണ് ഏർപ്പാടാക്കിയിരുന്നതാണ്, അസ്മാ റളിയല്ലാഹു അൻഹ. അവർ ഭക്ഷണമുണ്ടാക്കി അത് കെട്ടി അതൊന്ന് ശരിയാക്കാൻ കയറില്ലാത്തതിന്റെ പേരിലാണ് തന്റെ അരപ്പട്ട അഴിച്ച് അത് മുറിച്ച് 2 കഷ്ണമാക്കി ഭക്ഷണത്തിൻ്റെതും വെള്ളത്തിൻ്റെതും കെട്ടി അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തു എന്ന് കാണാൻ കഴിയും. എപ്പോഴാണത്? ഗർഭിണിയായ അസ്മാ റളിയല്ലാഹു അൻഹ ഗർഭിണിയാണ്. ശത്രുക്കൾക്ക് സംശയം തോന്നാത്ത രൂപത്തിൽ ഒരു ഗർഭിണി ഭക്ഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കപ്പെടാനില്ല, സ്വാഭാവികമാണ്. അസ്വാഭാവികത കാലരാത്ത രൂപത്തിൽ അതവർ നിർവഹിച്ചു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തന്റെ ആട്ടിൻ പറ്റങ്ങളെയുമായി അതിനുശേഷം അവർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ചു. ആ കാൽപ്പാടുകൾ മായ്ച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ കാണുകയാണ്. സുരക്ഷകൾ എടുക്കണം, മുൻകരുതലുകൾ എടുക്കണം ഏതൊരു രംഗത്തും എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുകയും വേണം. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നിങ്ങൾ തീരുമാനമെടുത്താൽ അല്ലാഹുവിൽ തവക്കുലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വലിയ പാഠം നമ്മളിൽ അതിൽ ഉണ്ട്. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, ഒരുമിച്ച് ചേർന്നു തീരുമാനിച്ചു, ശൂറ കൂടി തീരുമാനിച്ചു. ആ തീരുമാനം നമ്മൾ നടപ്പിലാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് പിന്നെ വേണ്ടത്. പരിശ്രമിച്ചു, വിജയിക്കാം. അള്ളാഹുവിന്റെ തീരുമാനം അതാണെങ്കിൽ ചിലപ്പം അത് പരാജയപ്പെടാം. ആ പരാജയപ്പെടുന്ന സമയത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണത്. ആ തീരുമാനത്തിലാണ് നമ്മൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയത്. അത് വിജയിപ്പിക്കലും അത് എങ്ങോട്ട് എത്തിക്കണമെന്ന് തീരുമാനിക്കലൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ രംഗത്ത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടുന്ന പാഠം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ഇരിക്കണ സമയത്താണ് ശത്രുക്കൾ അന്വേഷിച്ചു വരുന്നത്. ശത്രുക്കൾ അന്വേഷിച്ചു വരാൻ കാരണം അവർ പാതിരാവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് ചുറ്റും നിൽക്കുകയാണ്. എപ്പോഴാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം കഥ കഴിക്കണം എന്നാണ്. ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നവർക്കിടയിലൂടെ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷിതമായി നടന്നു നീങ്ങുന്നുണ്ട്, ശാന്തമായി നടന്നു നീങ്ങുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിൽ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ മൂർത്തീഭാവമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സ്വന്തം ജീവൻ അത് മുന്നിൽ വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പുതപ്പിട്ട് മൂടിക്കിടക്കുന്നുണ്ട്. ശത്രുക്കൾ നോക്കുമ്പോ ആളവിടെ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നേരം പുലർന്ന് അലി ഇബ്നു അബീ ത്വാലിബിനെ കാണുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ട വിവരം അറിയാണ്. പ്രഖ്യാപിച്ചു വലിയ സമ്മാനങ്ങളൊക്കെ. 100 ചുവന്ന ഒട്ടകങ്ങൾ പ്രഖ്യാപിച്ചത് കേട്ട് നാലുപാടും ചിതറിയോടി ഖുറൈശികൾ. എവിടെ മുഹമ്മദ്? മുഹമ്മദിന്റെ തലയെടുത്ത് 100 ചുവന്ന ഒട്ടകവുമായി എനിക്ക് സുഖിക്കണമെന്ന് ആലോചിച്ചവർ, എനിക്ക് ഈ രാജ്യത്ത് ഏറ്റവും വലിയ സാമ്പത്തികമുള്ളവനായി നിൽക്കണമെന്ന് ആലോചിച്ച് ഓടി ഓടിയവർ സൗർ ഗുഹയുടെ പരിസരങ്ങളിൽ എത്തുന്നുണ്ട്. സൗർ ഗുഹയുടെ പരിസരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാം. അവർ നമ്മളെ പിടിക്കുമെന്നാണ്. പ്രവാചകരെ, അവരൊന്ന് കുമ്പിട്ട് നോക്കിയാൽ, അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മെ അവർ കാണില്ലേ?
നമ്മെ അവർ പിടിക്കില്ലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ലാ തഹ്സൻ, ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട്. നീ വിചാരിക്കുന്നത് നമ്മൾ രണ്ടുപേരാണെന്നാണോ? നമ്മുടെ കൂടെ മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. പടച്ചോൻ സംരക്ഷിക്കുന്നുള്ളതാണ്, പടച്ചോൻ സംരക്ഷിക്കുന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൽ നമുക്കൊരു പിഴവുണ്ടാകരുത്. എന്റെ റബ്ബ് എന്നെ സഹായിക്കും, എന്റെ റബ്ബിന് അതിന് കഴിവുണ്ട് എന്ന്. നോക്കൂ നിങ്ങൾ, എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴാണ് ജിബ്രീൽ വന്ന് ചോദിക്കണേ, എന്തെങ്കിലും സഹായം വേണോ എന്നാണ്, എന്തെങ്കിലും സഹായം വേണോ എന്നാണ്. എന്താ പറഞ്ഞേ? ഞാൻ പടച്ചോല്ലേ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്, ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്, ഞാൻ റബ്ബിൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്നാണ്, അവൻ എന്നെ സഹായിക്കുമെന്നാണ്. തീയിനെ സൃഷ്ടിച്ച, തീയിന് ചൂടെന്നുള്ള ഒരു പ്രകൃതം നൽകിയ പടച്ച തമ്പുരാൻ തീയിനാണ് വഹി നൽകുന്നത്. ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. തീയേ, നീ എന്റെ അടിമയായ ഇബ്രാഹീമിനുമേൽ സമാധാനമേകുക, തണുപ്പും നൽകുക. ആ തീ തണുപ്പായി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇവിടെ നമ്മളെ കൂടെ റബ്ബുണ്ട്, ഒന്നും പേടിക്കണ്ടാന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോ പറയാണ്, ഞാൻ അല്ലാഹുവിലാണ് ഏൽപ്പിച്ചത്, അവൻ എന്നെ സംരക്ഷിക്കുമെന്ന്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഓർക്കുന്ന നിമിഷമാണല്ലോ ഈ മുഹറമൊക്കെ. ആ മുഹറമിലെ ഒരു ഓർമ്മയായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെയുള്ളവരും രക്ഷപ്പെടാണ്. രാത്രിയിൽ തന്നെ യാത്ര തുടങ്ങാൻ പറഞ്ഞു പടച്ച തമ്പുരാൻ. യാത്ര ചെയ്ത് അവർ കടലിനക്കരെ എത്തുമ്പോ, സമുദ്രത്തിനരികെ എത്തുമ്പോ കൂടെയുള്ളവർ പറയുന്നൊരു വാക്കുണ്ട്, മൂസ ഇന്നാല മുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു പോയല്ലോ, നമ്മളപ്പോ അവര് പിടിക്കല്ലോ. സർവസജ്ജരായ ഫിറൗനും ആൾക്കാർ ഇങ്ങനെ വരികയാണ്. മുമ്പിൽ കടലാണ്, ബാക്കിൽ ഫിറൗനാണ്. തീരുമാനമായി എന്നാണ് വിചാരിച്ചത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കല്ല, അങ്ങനൊന്നും വിചാരിക്കണ്ടെന്നാണ്. റബ്ബ് നമ്മോടൊപ്പമുണ്ട്, റബ്ബ് നമുക്ക് വഴി കാണിക്കുന്ന. സഹോദരങ്ങളെ, ഇത് ഈ ഹിജ്റയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. റബ്ബ് സഹായിക്കും, റബ്ബ് സഹായിക്കും. ചില ആളുകൾ വിചാരിക്കൽ എന്താ വെച്ചാൽ, ഇപ്പൊ ദീനിന്റെ കൂടെ നിന്നാൽ പല നഷ്ടങ്ങളും ഉണ്ടാവുമല്ലോ എന്നാണ്. ദീനിന്റെ കൂടെ നിന്നാൽ ചില നഷ്ടം, അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ദീനിന്റെ കൂടെ നിന്നാൽ ഒക്കെ നേട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു വിശ്വാസിയുടെ കാര്യം എന്തൊരു അത്ഭുതമാണ്. കാലിലൊരു മുള്ള് തറച്ചാൽ പോലും അവന് പുണ്യാണെന്നാണ്. അവനൊരു പ്രയാസം ഉണ്ടോ, അവൻ ക്ഷമിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അതവന് പുണ്യാണ്. ഇനി അവനൊരു പ്രയാസമുണ്ടായി, ക്ഷമിച്ചു, സഹിച്ചു, പുണ്യം. അവനൊരു നന്മയുണ്ടായി, അവൻ അല്ലാഹുവിന് ശുക്ർ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, എല്ലാം ഖൈറാണെന്നാണ്. അത് ഈ ദീനിനകത്ത് നമ്മൾ നിൽക്കുമ്പം കിട്ടുന്ന പുണ്യമാണ്, നേട്ടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം. സഹോദരങ്ങളെ, ഒരു പുണ്യം ചെയ്യാൻ നമുക്ക് ഒരു അവസരം കൂടെ ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു ബക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരുടേതായ ഒരു വിഹിതവും നൽകുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, ഒരു കാരക്കന്റെ ചീള് കൊടുത്തിട്ടെങ്കിലും ആയിഷ നരകത്തു നിന്ന് രക്ഷപ്പെടാൻ നോക്കുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ഒരു വിഹിതം കാര്യമായി കൊടുക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തണം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരു ഈമാൻ, തവക്കുലിന്റെ ഏറ്റവും മനോഹരമായ ചിത്രം നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ആ യാത്രയിലുള്ള ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ നമുക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാൻ വേണ്ടി ഓടി നടന്നതിൽ ഒരാളായിരുന്നു സുറാഖത്ത് ഇബ്നു മാലിക്. അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് ഓടി വരികയാണ്. അദ്ദേഹം മരുഭൂമിയിൽ അങ്ങ് ദൂരെ രണ്ടുപേര് ഇങ്ങനെ യാത്ര ചെയ്യണത് കാണുന്നുണ്ട്. അത് മുഹമ്മദ് നബി ആകുന്നു തിരിച്ചറിഞ്ഞിട്ട് പിന്നാലെ വരികയാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ പറ്റണില്ല. അടുത്തേക്ക് എത്താനാകുമ്പോഴേക്ക് കുതിരയുടെ കാലുകൾ മണലിൽ താഴ്ന്നു പോവാണ്. പിന്നെ അവിടുന്ന് ഇറങ്ങി അതിനെ രക്ഷപ്പെടുത്തുമ്പോൾ ഇവർ കുറെ മുന്നോട്ട് പോയിട്ടുണ്ടാവും. വീണ്ടും വരികയാണ്. അവസാനം ഗത്യന്തരല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നു. അവർ കണ്ടുമുട്ടുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു പ്രതീക്ഷയുടെ വർത്തമാനം
സുറാഖത്ത് ഇബ്നു മാലിക്കിനോട് പറയുന്നുണ്ട്, സുറാഖ, കിസ്റയുടെ സ്വർണവളകൾ നിന്റെ കൈകളിൽ അണിയിക്കുന്ന ആ രംഗത്തെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? അത്ഭുതപ്പെടുകയാണ്. കിസ്റയും കൈസറും ഇവരൊക്കെ വലിയ വലിയ പേർഷ്യകളിലെ അവിടുത്തെ വലിയ വലിയ രാജാക്കന്മാർ, അവിടെയൊക്കെ ഈ ഇസ്ലാമിന്റെ വെളിച്ചമെത്തുമെന്നും അവരൊക്കെ മുട്ടുകുത്തുമെന്നും അന്ന് അതിന്റെ ഒരു ഉത്തരവാദിത്തത്തിൽ സുറാഖ അങ്ങുണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത പ്രതീക്ഷയുടെ വർത്തമാനം കേട്ട് സുറാഖത്ത് ഇബ്നു മാലിക് അവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ സംഭവം യാഥാർത്ഥ്യമാകുന്നുണ്ട്. അദ്ദേഹം അത് കൂടെയുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയിൽ കണ്ട അത്ഭുതമാണത്. അതുപോലെ തന്നെ അവരുടെ യാത്രയിൽ മരുഭൂമിയിൽ വലിയ പ്രയാസപ്പെട്ട് സഞ്ചരിക്കുന്ന വേളയിൽ ഉമ്മു മഅബദിന്റെ കുടിലിൽ അവര് വിശ്രമിക്കാൻ കയറുന്നുണ്ട്. പാല് ചോദിക്കുമ്പോ കുടിക്കാൻ കൊടുക്കാൻ പാലില്ല. കറവ വറ്റിയ ആടാണ് അവിടെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവിടെ പാല് ചൊരന്നെടുക്കുന്നുണ്ട്, പാല് കറന്നെടുക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായം അത് കിട്ടിയെന്നാണ്. അവർക്ക് കുടിക്കാനുള്ളതും ആ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതും ഉണ്ടായിരുന്നാണ്. ഉമ്മു മഅബദിന്റെ വീട്ടിൽ കുടിലിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നതും അതവർ പിന്നീട് അയവിറക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ വരും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുമോ, അള്ളാഹുവിൽ നിങ്ങൾ തഖ്വയർപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ, അള്ളാഹു നിങ്ങൾക്കൊരു പോംവഴി ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സുരക്ഷിത തുരുത്ത് അവൻ തന്നെ നൽകുന്നതാണ്. നിങ്ങൾ നനച്ചിരിക്കാത്ത വഴിയിൽ നിങ്ങൾക്ക് റിസ്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. എവിടുന്നാ ഭക്ഷണം കിട്ടിയത് നമുക്കറിയാം. പടച്ചോന സമയത്ത് നിങ്ങൾക്ക് തരുന്നാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ, അല്ലാഹു നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. പടച്ചോ നിർത്തുന്നതാണ്. ഇതൊക്കെ റബ്ബാണ് നമ്മളോട് പറഞ്ഞത്. ഒരു വാഗ്ദാനവും ലംഘിക്കാത്തവൻ, ഈ ദുനിയാവ് മുഴുവൻ പടച്ച് അത് മുഴുവൻ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, നാളെ പരലോകത്തിന്റെ മാലിക് യൗമിദ്ദീൻ, പരലോകത്തിന്റെ ഉടമസ്ഥൻ ആ റബ്ബാണ് പറഞ്ഞത്. ഇങ്ങനൊക്കെ സംഭവിക്കും, ഇങ്ങനൊക്കെ ചെയ്യുന്നു. ആ വിശ്വാസത്തിൽ പിഴവ് വരാതെ അത് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയാന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ജീവിക്കുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹും ദീനിനും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് കഴിയാം, ത്യാഗം ചെയ്യാൻ. നിങ്ങളെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെയൊക്കെ അനുഭവിക്കാതെ നിങ്ങൾ സ്വർഗത്ത് പോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കണില്ലേ? അഫഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്ത് കയറുമെന്ന് വിചാരിക്കണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ളത് അനുഭവിക്കാതെ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹിജറ എത്ര വലിയ ത്യാഗത്തിന്റെ ചരിത്രമാണ്. എല്ലാവരും അവനാന്റെ നാട് വിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോരല്ലേ? അത്രമേൽ പ്രിയപ്പെട്ട ഒരു മണ്ണിൽ നിന്ന് പറിച്ച് നടപ്പെടുകയാണ്. പാതിരാവിലെ എഴുന്നേറ്റ് ആരും അറിയാതെ സഞ്ചരിച്ചവർ എത്ര പേരുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു മനുഷ്യനെ അറിയാതെ ഇങ്ങനെ ഇറങ്ങിയത് പോവാണ്. ആ നാടിനോടുള്ള സ്നേഹം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണില്ലേ, മക്ക എത്ര നല്ല മണ്ണാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ്. പക്ഷേ നിന്റെ നാട്ടുകാരില്ലേ എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് പോവാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകങ്ങളിൽ കണ്ണീര് പുരളുന്നുണ്ട്. വല്ലാത്തൊരു നൊമ്പരുണ്ട്. ഒരു നാട് വിട്ടാണ്ട് പോകേണ്ടി വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ. എന്നാൽ അങ്ങനെ കണ്ട് വിട്ടവർ പോയത് എന്തിനാണ്? ദുനിയാവിനല്ല, ദീനിനായി. ഈ ദീന് കൊണ്ട് കിട്ടാവുന്നത് നേടാനായിരുന്നു. അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, സുഹൈബുർ റൂമിയുടെ ചരിത്രം ആർക്കാണ് അറിയാത്തത്? റോമിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം മക്കയിൽ വന്ന് കച്ചവടം ചെയ്ത് ധനികനായി അഭിവൃദ്ധി ഉണ്ടായ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടനായി ഈ വിശ്വാസ വടിയിൽ വന്ന് ഹിജ്റയുടെ പ്രഖ്യാപനം കേട്ട് ഹിജ്റ പോകുമ്പോഴാണ് ശത്രുക്കൾ തടഞ്ഞു വെക്കുന്നത്. എങ്ങട്ടാ പോണ്? മദീനയിലേക്കാണ്. നീ ഇവിടെ വന്നപ്പോ നീ അങ്ങ് അത്രമേൽ ഫക്കീറായിരുന്നു, ദരിദ്രനായിരുന്നു. ഞങ്ങളെ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കിയിട്ട് ആ സമ്പത്തും കൊണ്ടങ്ങ് പോകാമെന്നാണോ കരുതുന്നത്? ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ് സുഹൈബുർ റൂമിയുടെ ചോദ്യമുണ്ട്.
സുഹൈബുർ റൂമി ചോദിക്കുന്നുണ്ട്, എന്റെ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തന്നാൽ എന്നെ മദീനയിലേക്ക് യാത്ര അയക്കുമോ എന്നാണ്. അത് തന്നാൽ ഞങ്ങൾ യാത്ര അയക്കാണ്. ഓല് വിചാരിച്ചത് ഈ സമ്പത്തൊക്കെ വിട്ടുപോകില്ലാന്നാണ്. അത്രമേൽ വലിയ സമ്പത്തുണ്ടായിട്ട് സുഹൈബുർ റൂമി തന്റെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം അവർക്ക് മുന്നിലിട്ട് ഒഴിഞ്ഞ കൈകളുമായി നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മദീനയിലേക്ക് തന്റെ യാത്ര നടത്തിയെന്നാണ്. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്താണ് അങ്ങനെ ഒന്ന് ചെയ്യാൻ നമുക്ക് പറ്റിയത് എന്നുള്ളതാണ്. ഒരു യുദ്ധത്തിന്റെ സന്ദർഭം ഉണ്ടായില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മത്സരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ജയിക്കൽ, ഇപ്രാവശ്യം അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കണം എന്നാണ്. എന്തില്? യുദ്ധ സ്വത്തുക്ക് സംഭാവന കൊടുക്കുന്ന കാര്യത്തിലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ കൊണ്ടുവന്ന് അവരെ സമ്പാദ്യങ്ങൾ കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വത്തിൻ്റെ എല്ലാത്തിൻ്റെയും പകുതിയാണ് കൊണ്ടുകൊടുക്കുന്നത്. ഇപ്രാവശ്യം അബൂബക്കർ റളിയല്ലാഹുവിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നാണ്ട് തനിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഇനി എന്തുണ്ട് അബൂബക്കറെ ബാക്കിയെന്ന്? അള്ളാഹുവും അവൻ്റെ റസൂലുണ്ട്, സ്വത്ത് മുഴുവൻ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കർ അങ്ങ് വീണ്ടും ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന്. ആലോചിച്ച് നോക്കി, ഇങ്ങനത്തെ ആൾക്കാരാണ് ആ സ്വർഗത്തിലേക്ക് പോയത്. അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഴിവിൻ്റെ പരമാവധി കൊടുക്കാൻ പറ്റണതിൻ്റെ അതിൻ്റെ അർത്ഥം എല്ലാം കൊടുത്ത് തൻ്റെ കുടുംബവും മറ്റുള്ളവരൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടി നടക്കണമെന്നൊന്നുമല്ല. കൊടുക്കേണ്ട ഒരു ഘട്ടത്തിൽ അങ്ങനെ പരലോകം ആഗ്രഹിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. മഹദി ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമുണ്ട്, ത്യാഗത്തിന്റെ ചരിത്രമാണ്. അബൂ സൽമയോടൊപ്പം ഉമ്മു സൽമയും കുട്ടിയും അവർ പോവാണ്. മക്കയുടെ അതിർത്തിയിലെത്തിയപ്പോ ഉമ്മു സൽമയുടെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പെണ്ണാണ്, കൊണ്ടുപോകാൻ പറ്റൂല. അവരെ പിടിച്ചു വെച്ചു. ബാപ്പാന്റെ ഗോത്രക്കാർ വന്നിട്ട് പറഞ്ഞു, അബൂ സൽമക്ക് വേണമെങ്കിൽ പോവാ, പക്ഷെ കുട്ടി ഞങ്ങളുടെയാണ്, കുട്ടീനെ വിടൂലെന്ന്. 3 പേരും 3 സ്ഥലത്തേക്ക് മാറ്റപ്പെടുകയാണ്. അന്ന് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ കരഞ്ഞു തുടങ്ങിയതാണെന്നാണ്. മാസങ്ങളോളം അവർ കരഞ്ഞിരുന്നു എന്നാണ്. നേരം വെളുത്താൽ അവിടെ വന്ന് കരഞ്ഞിരിക്കുന്നതാണ്. അവസാനം മാസങ്ങൾ കഴിയുമ്പോഴാണ് എന്തിനാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിച്ചിട്ടാണ് അവർക്ക് വീണ്ടും ഒരുമിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചരിത്രം പറയുന്നത്. നോക്കൂ നിങ്ങൾ, മാസങ്ങളോളം തനിക്കേറ്റവും പ്രിയപ്പെട്ട തൻ്റെ പ്രിയതമനും തൻ്റെ കരളിൻ്റെ കഷ്ണമായ പിഞ്ചോമനയെയും വിട്ടു നിൽക്കേണ്ടി വന്ന ഒരു സഹതാപവും ആരും കാണിക്കാതിരുന്ന ഒരു കാലം അവർ ഈ രംഗത്ത് അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയണം. അതുകൊണ്ട് ഇഹലോകത്തിനേക്കാൾ അപ്പുറത്തൊരു പരലോകത്തെ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കിഴക്കും പടിഞ്ഞാറുമെല്ലാം അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തു എന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഇതോട് ചേർത്ത് പറയാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിൽ ചെല്ലുകയാണ്. ആ മദീനയിൽ അവർ കാത്തിരിപ്പാണ്. ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ഒരു സന്തോഷം അതവർ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്നും അവിടെ വന്ന് അതിർത്തിയിൽ കാത്തിരിക്കുന്നതാണ്. നല്ല ചൂടാവുമ്പോൾ തിരിച്ചു പോകുന്നതാണ്. അവസാനം ഒരു ദിവസം കാത്തിരുന്ന് അവർ തിരിച്ചു പോയതിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് എത്തുന്നത്. അവിടെ നിന്ന് കണ്ട ആള് വിളിച്ചു പറയുന്നുണ്ട്, വീടിന്റെ പുറപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരാൾ, അയാള് നിങ്ങൾ കാത്തിരുന്ന സന്തോഷത വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആളുകളൊക്കെ വന്ന് വല്ലാത്ത സന്തോഷത്തിൽ, മദീനക്ക് ഇത്രമാത്രം തെളിച്ചമുണ്ടായ ഒരു ദിനമുണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. മദീന ഇത്ര തിളങ്ങിയ ഒരു ദിനമുണ്ടായിട്ടില്ല എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് അവർ പറയുന്നത്, മദീന ഇതുപോലെ ഇരുൾ മൂടിയ കരഞ്ഞുകലങ്ങിയ ഒരു ദിനവും വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വരവോടുകൂടെ യസ്രിബ് എന്ന് പറയുന്ന ആ പ്രദേശം മദീനത്തുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗരി എന്ന പേരിൽ അറിയപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ പള്ളി നിർമ്മിച്ചു. മസ്ജിദുൽ ഖുബാ പള്ളിയും മസ്ജിദുൻ നബവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിർമ്മിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു പുതിയ സമൂഹത്തിന്റെ നിർമ്മിതി. നമ്മൾ ഇടപെടുന്ന ഒരു ഇടത്ത് അവിടെ സ്വസ്ഥമായി നിസ്കരിക്കാൻ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, ദീൻ പഠിക്കാൻ, ദീനീ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആസ്ഥാനം എന്നത് പ്രധാനമാണ്.
എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനത്തെ ഒരു ആസ്ഥാനം സംവിധാനമൊക്കെ ഇല്ലാത്തിടത്ത് പലപ്പോഴും ഇത് നിലനിർത്തുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ആയിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഖുബാ മസ്ജിദ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നീട് മസ്ജിദുൻ നബവി ഉണ്ടാക്കുന്നുണ്ട്. അത് പിന്നീട് എന്തായി മാറി? അത് അവിടുത്തെ നാടിന്റെ ഭരണസിരാ കേന്ദ്രമായി മാറി, ആളുകൾ അറിവന്വേഷിക്കുന്ന ഇടമായി മാറി. ആഴ്ചകളിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന കേന്ദ്രമായി മാറി. എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുമുള്ള ഇടമായി മാറി. ആള് വരികയാണ് അവിടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഒന്നുമില്ല, കുറെ ആയി ഭക്ഷണം കഴിച്ചിട്ട് വല്ലാത്ത പട്ടിണിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരതിഥി ഉണ്ട്, കൊണ്ടുപോകാൻ. കൊണ്ടുപോവാണ്, പരിഹാരം കാണുക. വീട്ടിൽ കുറെ ഉണ്ടായിട്ടൊന്നുമല്ല. വീട്ടിൽ ചെന്ന് ഇണയോട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹുവിൻ്റെ ഒരു അതിഥിനേറ്റാണ് ഞാൻ വന്നിട്ടുള്ളത്, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? കുട്ടികൾക്കുള്ളതേ ഉള്ളൂ, എന്നാൽ കുട്ടികളവിടെ കിടന്നോട്ടെ, ഇവാൾക്ക് എന്തെങ്കിലും കൊടുക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് വിളക്കണച്ച് കൂടെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് തോന്നിപ്പിക്കാൻ കൈകൾ തമ്മിൽ തട്ടിച്ച് അങ്ങനെ അള്ളാഹു പോലും സന്തോഷിച്ച് പുഞ്ചിരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. പരിഹാരങ്ങളായിരുന്നു അവിടെ. അങ്ങനെയുള്ള ഒരു പരിഹാരങ്ങൾ നൽകുന്ന ദീനീ സംവിധാനങ്ങൾ നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഇടം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം അൻസാറുകളുടെയും മുഹാജിറുകളുടെയും സാഹോദര്യത്തെക്കുറിച്ച് എത്രമേൽ പറഞ്ഞാലാണ് നമുക്ക് തീർക്കാൻ കഴിയുക. അത്രമേൽ വലിയ ഒരു സൗഹൃദത്തിന്റെ പുതിയ ബന്ധം അവിടെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നാണ്. ഇന്നലെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകളുമായി അദ്ദേഹത്തിന്റെ പ്രദേശത്തെ ഹജ്ജ് യാത്രയുടെ ഒരു വിവരണം, അതിൻ്റെ ഒരു പീസ് റേഡിയോക്ക് വേണ്ടി റെക്കോർഡിങ്ങിന് വേണ്ടി പോയപ്പോൾ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മദീനത്തേക്ക് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങൾ നേരത്തെയാണ് പോയത്, ഞങ്ങളുടെ ലഗേജൊക്കെ ബാക്കിലൊരു ലോറിയിലാണ് വരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവരുടെ ആതിഥ്യ മര്യാദയെ പറ്റി അദ്ദേഹം വാതോരാതെ സംസാരിക്കുന്നുണ്ട്. മദീനയിൽ അവരിങ്ങനെ അവിടുത്തെ ആൾക്കാർ വരെ അതിഥികളെ സ്വീകരിക്കുന്നതും അവർ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഇവർ ഓടി വരുന്നത്, അല്ല എന്തേലും ആവശ്യം, എങ്ങോട്ട് പോകാനാണ്, എന്ത് സൗകര്യമാണ് വേണ്ടത്, ഇങ്ങനെ പിന്നാലെ കൂടുകയാണ് ഇറങ്ങി. അങ്ങനെ അപ്പോൾ ഇയാളെടുത്ത് പോയിട്ട് പറപ്പൂർ ഉസ്താദ് പറഞ്ഞത്രേ, എപ്പോഴാണ് നമ്മളെ ലഗേജ് വരിക എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഇന്ന സമയത്ത് വരും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, 10:30 പറഞ്ഞിട്ടുള്ളത്, വരും, നല്ല ബ്ലോക്ക് ഉണ്ട്, അതാണ് സംഭവം എന്ന് പറഞ്ഞു. അവർ 11 മണി 10:30 ചോദിച്ചപ്പോൾ എത്തിയിട്ടില്ല, 11 മണി ആവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവസാനം അവർ ചോദിച്ചത്രേ, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ്? പറഞ്ഞു, ഒന്നുമില്ല, ഈ ഇട്ട ഡ്രസ്സേ ഉള്ളൂ, രാത്രി ഒന്ന് കിടന്നുറങ്ങണം, അതിന് പറ്റിയൊരു വസ്ത്രം വേണമെന്നുള്ളതാണ്. അങ്ങനെ ഇദ്ദേഹം കൂടെയുള്ള മറ്റ് ഒരാളും കൂടെ ഉണ്ട്, അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു വഴികളിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് അവിടുത്തെ ഏറ്റവും നല്ലൊരു ടെക്സ്റ്റൈൽസിക്ക് വരെ കൊണ്ടുപോയിട്ട് ഷേഖിന് വേണ്ടത് കൊടുക്കൂന്ന് പറഞ്ഞ്, അപ്പോൾ എനിക്ക് കുറേ ഒന്നും വേണ്ട, എനിക്കൊരു രാത്രി കിടന്നുറങ്ങാനുള്ള സംഗതി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓലവി ഒരു സൗബ് അത് വാങ്ങി, അത് കറക്റ്റ് അളവ് നോക്കി ഇപ്പം തന്നെ അടിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അത് ചെയ്തു കൊടുത്തുന്നത്. പൈസ കൊടുക്കാൻ നേരത്ത് കീശ കൈയിട്ട സമയത്ത് അദ്ദേഹം തടഞ്ഞിട്ട് പറഞ്ഞത്രേ, നഹ്നു അൻസാർ, ഞങ്ങൾ അൻസാരികളാണ്, നിങ്ങൾക്ക് അതിന് പറ്റൂല. പറപ്പൂർ ഉസ്താദ് കണ്ണ് നിറഞ്ഞിട്ടാണ് പറയുന്നത്, ആ അൻസാരികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളെയും അൻസാറുകളെയും ചേർത്ത് വെച്ച അതേ അൻസാറുകൾ അതേ സ്വഭാവ വിശുദ്ധിയോടുകൂടി ആ ലിയാഫത്തിന്റെ, ആതിഥ്യ മര്യാദയുടെ, ആ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ സ്നേഹം പൊടിയുന്ന മനോഹരമായ നിമിഷം ഇപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് പറപ്പൂർ ഉസ്താദ് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഒന്നാണ്, അത് ഒന്നായി തന്നെ നിൽക്കണം. പകയും വിദ്വേഷവും ഇതൊന്നും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, ഇനി ഒരാൾ വരും, അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ കാത്തുന്നപ്പോൾ ഒരു സാധാരണക്കാരനായ സ്വഹാബി ആ ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട് താടി രോമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഉളുവിൻ്റെ വെള്ളൊറ്റി ഇങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ ഒരാൾ, ഒരു സാധാരണക്കാരൻ കയറി വന്നു എന്നാണ്. രണ്ടാമത്തെ ദിവസം റസൂൽ പറഞ്ഞു, ഇനി വരുന്ന ആൾ സ്വർഗത്തിലാണ്, ഇന്നലെ വന്ന അതേ ആളാണ്. മൂന്നാമത്തെ ദിവസം ഇത് സംഭവിച്ചു. അപ്പോൾ അവർ കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് കൂടുണ്ട്, എന്താ ഞങ്ങൾ ചെയ്യാത്ത എന്താ ചെയ്യണമെന്നാണ്, എന്ത് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞതെന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കാണാഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളാണ് വന്നത്, ഞങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, രാത്രി ഉറക്കത്തിൽ ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടക്കും, നിങ്ങളൊരു അൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹ് ചെല്ലുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ കണ്ടില്ല, എന്തായിരിക്കും എന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ
ഒരാളോട് എനിക്ക് വിദ്വേഷമല്ല, പകല്ലാന്ന്. രാത്രി ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ അപ്പോഴും എനിക്കൊരാളോടും വിദ്വേഷവും പകയുമില്ല. അതുകൊണ്ടായിരിക്കുന്നത്. ഇതാണൊരു വിശ്വാസം. എന്തിനാണ് പക, എന്തിനാണ് വിദ്വേഷം? അതുകൊണ്ടൊക്കെ എന്താ കിട്ടാനുള്ളത്? നമ്മുടെ മനസ്സ് പോലും അനാവശ്യമായി ഇങ്ങനെ സ്ട്രെസ് അനുഭവിക്കുക എന്നല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ അൻസ്വാറുകളുടെ, ഈ മുഹാജിറുകളുടെ അതിമനോഹരമായ ഒരു ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അതിനെ ചേർത്ത് വെക്കുകയും കഴിയേണ്ടതുണ്ട് എന്നാണ് അതുമായി ചേർത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട്. മദീനയിൽ ഒരു ഭരണഘടന, അവിടെ ജൂതന്മാരുണ്ട്. ആ ആൾക്കാർക്കും കൂടി അനുകൂലമായ അതായത് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. കരാറുണ്ടാക്കുകയാണ്. എന്താ കരാറ്? നമ്മളൊക്കെ ഈ നാട്ടുകാരാണ്. പുറത്തുനിന്ന് ആരെങ്കിലും മുസ്ലിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങളെ സഹായിച്ച് അവർക്കെതിരെ പോരാടണം. പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നോൽക്കെതിരെ യുദ്ധം ചെയ്യും. അതാണ് നമ്മളെ കരാറുന്നത്. ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ നാടിന് ഭീഷണിയായി വരുന്നതിനെതിരെ നമ്മൾ ഒരുമിച്ചു നിന്ന് തുരത്തുന്നുള്ളതാണ്. ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്. ഇതൊരു ബഹുസ്വര രാജ്യമാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഈ രാജ്യത്തെ തകർക്കുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി ആര് കടന്നു വന്നാലും ഒന്നാമതായി മുന്നിൽ നിന്ന് നമ്മൾ പൊരുതുമെന്ന് പ്രഖ്യാപിക്കണം. അകത്തുള്ള മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ഉള്ളിൽ നിന്നോ പുറത്തുനിന്നോ ആൾക്കാരും വന്നാൽ അത്തരം ഭിന്നതയുടെ വക്താക്കൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ ഒരു നാട്ടിൽ ഒരുമിച്ചൊന്നായി ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനിടയിൽ ഫിത്നകളും ഫസാദുകളും സൃഷ്ടിക്കുന്നതൊന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ചരിത്രത്തിലെ ഹിജ്റ 7-ാം നൂറ്റാണ്ടിലത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്ന് സുരക്ഷിതമായി എത്തി തന്റെ ഇബാദത്തുകളും ദീനീ പ്രബോധനവും കൃത്യമായി നിർവഹിക്കാനുള്ള ഒന്നായിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ നാം നിർവഹിക്കേണ്ട ഹിജ്റ എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം നേടുക എന്ന ഹിജ്റയാണ്. തിന്മകളിൽ നിന്ന് മാറി നടക്കുക എന്ന ഹിജ്റയാണ്. ഇസ്ലാമികമായി വിരുദ്ധമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ഈമാനികമായ ചുറ്റുപാടുകളിലേക്ക് മാറാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച തിന്മകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അത്തരം തിന്മകൾക്കെതിരെയുള്ള പ്രതിരോധങ്ങളിൽ ശക്തമായി നിലനിൽക്കാനും കഴിയുക എന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഹിജ്റയാണെന്ന് അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാലത്തെ തിന്മകൾക്ക് പുതിയ പേരുകളിട്ട്, പുതിയ രൂപങ്ങളിട്ട്, പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അതെല്ലാം ഇന്ന് നാട്ടിൽ നടക്കേണ്ടതാണ്, അതിനൊക്കെ നമ്മൾ കൂടികളാകേണ്ടവരാണ് എന്ന് പറയുന്നവർക്ക് മുമ്പിൽ ഇല്ലടോ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾക്ക് ചേർന്നു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ആ തിന്മകളോട് സമരസപ്പെട്ടു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതനുസരിച്ച്, ഞങ്ങളുടെ ദീനനുസരിച്ച്, റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അത്തരം തിന്മകൾക്ക് ഏത് മുഖം നൽകിയാലും അവിടെ ഞങ്ങൾ അതിനെതിരെ ശക്തമായി ഞങ്ങളുടെ നിലപാട് പറയുമെന്നത് പ്രഖ്യാപിക്കേണ്ട ആളുകളാണ് നമ്മൾ. കൂടികളായി മാറാതെ നിലപാടുള്ളവരായി ജീവിക്കുക എന്നതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഹിജ്റയുടെ ചരിത്രം പറയേണ്ടത് ആ ചരിത്രം പറയാനും ആസ്വദിക്കുവാനുമല്ല, ആ ഹിജ്റ നമ്മുടെ ജീവിതത്തിൽ ഈ തീരുമാനങ്ങൾ എടുക്കാനും മാറ്റങ്ങൾ വരുത്താനും സഹായിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ഈ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് ആ ഹിജ്റയുടെ പാഠങ്ങൾ നമ്മൾ സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് നമുക്കൊരു വഴി ഇവിടെയുണ്ട്, ഒരു വെളിച്ചത്തിന്റെ വഴി, നന്മയോട് ചേർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. നമ്മളൊക്കെ അതിന്റെ എവിടെയെങ്കിലുമൊക്കെ ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. വിദ്യാർത്ഥി സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ അതിനോട് കൊളുത്തിവെക്കാൻ നമുക്ക് കഴിയണം. യുവത്വമേ, ഈ യുവത്വ കാലഘട്ടത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നല്ല സംവിധാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പീസ് റേഡിയോ എന്ന് പറയുന്ന മഹത്തായ സംവിധാനങ്ങളുണ്ട്, ഒരുപാട് ആപ്പുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അവിടെ എവിടെയാണ് എന്റെ സ്ഥാനം? അതിന് സേവനം ചെയ്യാൻ എന്റെ സമയം എവിടെയാണ്, എന്റെ ആരോഗ്യം എവിടെയാണ് എന്നത് നമ്മൾ
ആലോചിക്കണം. സ്ത്രീകളോട്, പ്രിയപ്പെട്ട പെൺകുട്ടികളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, പുതിയ പുതിയ സൗകര്യങ്ങളും മറ്റുമൊക്കെ തിന്മകളിലേക്ക് മാടി വിളിക്കുന്ന ഒരു കാലത്താണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ദീൻ ചർച്ച ചെയ്യാൻ, ദീനിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ, ദീനിന്റെ മധുരം അനുഭവിക്കാൻ നിങ്ങൾക്ക് ഒരുമിക്കാവുന്ന കൂട്ടായ്മകളുണ്ട്. അവിടങ്ങളിൽ നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. രക്ഷിതാക്കൾ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നിച്ചൊരുമിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, രക്ഷപ്പെട്ടു പോകാൻ കഴിയണമെങ്കിൽ അങ്ങനെ ഒരുമിച്ചൊന്നായി നന്മകളിൽ ചേർന്ന് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ഹിജ്റയുടെ വെളിച്ചം ഹൃദയങ്ങളിൽ നിറച്ച് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഈ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടലും സംസാരവും കേൾവിയുമെല്ലാം നാളെ പരലോകത്ത് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുവേ, വ്യത്യസ്തമായ പരീക്ഷണങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അയൽവാസികളുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. അല്ലാഹുവേ, എല്ലാവരെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്. എല്ലാവരുടെയും എല്ലാ സ്വാലിഹായ മുറാദുകളും നീ ഹാസിലാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ശിഫ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും സഹിക്കാനും പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് നീ അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.